ഹലോ ഗൈസ്, ഒരു ലേസി മോർണിംഗ് റുട്ടീനിലേക്ക് സ്വാഗതം. റുട്ടീനൊന്നും അല്ല കേട്ടോ, വീട്ടിൽ പോയാൽ എൻ്റെ ഏകദേശം ഒരു റുട്ടീനാണിത് കാണിക്കാൻ പോകുന്നത്. ഞാൻ അലാറം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഒരു സൗണ്ട് എഫക്റ്റ് കുത്തി കയറ്റിയതാണ്. സമയം 10-10:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ രാവിലെ വിളിക്കരുത്, അവർക്ക് ഇന്ന് പറമ്പത്ത് പണിക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വാതിൽ പൂട്ടി പൊക്കോളും, ഞാൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കോളാം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ബ്രെഡും മുട്ടയും പഴമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നോന്നു. ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നവരെല്ലാവരും സ്വന്തമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാണുന്നതുകൊണ്ട് അപ്പോൾ ഇതൊരു ഇൻസ്പിറേഷനായിട്ട് എടുത്തുകൊണ്ട് 10:45 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ് ആദ്യം. അങ്ങനെ ഞാൻ പ്രഭാത കർമ്മങ്ങളിലേക്ക് കടന്നു. മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷായിരിക്കുമ്പോൾ ഒരാൾ വന്നു. പുള്ളിക്കാരൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ബ്രെഡ് എടുത്തു, മുട്ട എടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, യെസ്, അമ്മ പഴം പുഴുങ്ങി വെക്കുന്നു പറഞ്ഞായിരുന്നു. അത് നോക്കിയപ്പോൾ നല്ല പഴുക്കാത്ത പഴം. എനിക്ക് അധികം പഴുത്ത പഴം പുഴുങ്ങുന്നത് ഇഷ്ടമല്ല. അധികം പഴുത്ത പഴം പുഴുങ്ങിയാലും വെറുതെ ആയാലും തിന്നാൻ ഇഷ്ടമല്ല. ഇത് അത്ര പഴുത്തിട്ടില്ലായിരുന്നു, അപ്പം നല്ലതായിരുന്നു. അതവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് സോപ്പിടാണ്. വേഗം തായോ എന്ന് പറഞ്ഞിട്ടുള്ള സോപ്പിടലാണിത്. അല്ലാണ്ട് സ്നേഹപ്രകടനമൊന്നുമല്ല, പുള്ളിക്കാരന് ഫുഡ് വേണം. ഇപ്പം ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് എന്നോടുള്ള വെറും അഭിനയമാണിത്. ഞാൻ പിന്നെ കുറച്ച് സമയം അഭിനയത്തിന് നിന്ന് കൊടുത്തു, പാവല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ താഴെ വന്ന് കാത്തിരിക്കുകയാണ് എന്നും ചോദിച്ചുകൊണ്ട്. പുള്ളി എന്നെ അവിടെ നിന്ന് നോക്കി വരട്ടുന്നുണ്ടായിരുന്നു. ഈ റെസിപ്പി ഒന്നും ദയവ് ചെയ്ത് ആരും ഉണ്ടാക്കി നോക്കരുത് കേട്ടോ. എനിക്ക് തന്നെ ഇത് കഴിച്ചിട്ട് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കഴിച്ചതേ ഉള്ളൂ. സംഭവം അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് വേറെന്തോ ആയിരുന്നു, ആക്കി ഉണ്ടായി വന്നത് വേറെന്തോ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. മൂന്ന് പേർക്കും കൂടെ മര്യാദക്ക് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരാളെ എടുത്ത് മാറ്റി അയാളെ അടുത്ത റൗണ്ടാക്കി ഇടാമെന്ന് വെച്ചു. പണി മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഇങ്ങനെയല്ല ഇത് ഉണ്ടാക്കാൻ വെച്ചത്. ആദ്യം തന്നെ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ വെറുതെ ബ്രെഡ് ആദ്യം പൊരിച്ചു, എന്നിട്ട് പൊരിച്ച ബ്രെഡ് എടുത്ത് വീണ്ടും മുട്ടയിൽ മുക്കി വീണ്ടും പൊരിക്കാൻ എടുക്കുക. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തതിൻ്റെ ആ ഒരു ഓളത്തിലങ്ങ് പോയി. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ മുട്ട എടുത്ത് വെച്ചു, ഇച്ചിരി കൂടി ഇരിക്കട്ടെ. പിന്നെ ഈ പണി ചീറ്റിപ്പോയതാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഇതേതോ റെസിപ്പി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ഞാൻ പിന്നെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഒരു സംഭവം ചീറ്റിപ്പോയതിൻ്റെ ഒരു ലജ്ജയും എൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അവസാനത്തെ ബ്രെഡ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. വെറുതെ മുട്ടയിൽ മുക്കി എന്നിട്ട് പൊരിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മുട്ട എടുത്ത് വെച്ചു. അതൊക്കെ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചു. അപ്പോഴാണ് വലിയൊരു ശബ്ദം കേട്ടത്. ഗ്രിൽസിൽ കൂടെ തിങ്ങിഞ്ഞെരിങ്ങി വരുന്ന പൂച്ചക്കുട്ടിയെ പല സൗണ്ടുകൾ ഉണ്ടാക്കി ഞാൻ പേടിപ്പിച്ചെങ്കിലും പൂച്ച ഭാഷയിൽ എന്തോ തെറി വിളിച്ചുകൊണ്ട് അത് അകത്തോട്ട് തന്നെ കയറി വന്നു. ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ പണിപാളലാണ് ഇവിടെ കാണാൻ പോകുന്നത്. അമ്മ എന്നോട് പറഞ്ഞതും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതും പാലും വെള്ളം തിളപ്പിച്ചൊഴിക്കാനായിരുന്നു. ചൂടുവെള്ളമാണ് എൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഊള ടേസ്റ്റ് മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് പാലെടുത്ത് ഒഴിച്ചു. ചൂടാക്കി വെച്ച പാലായിരുന്നു, അത് കുറച്ചെടുത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ വെള്ളം എടുത്തൊഴിച്ചു. സംഭവം ചീറ്റിപ്പോയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കുടിച്ചപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല. ഞാൻ ഉണ്ടാക്കിയതല്ലേ, നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. എൻ്റെ കോൺസെൻട്രേഷൻ പോയതാണ് കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുപ്പും സംഭവം ഉണ്ടാക്കലും എല്ലാം കൂടി ആയതുകൊണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ പോയതാണ്. അതിൻ്റെ ഇടയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഗ്യാസ് ഊറ്റി എടുത്ത് പുറത്ത് വെക്കാൻ. അപ്പോൾ ഞാൻ അതെടുത്ത് പുറത്ത് കൊണ്ടുവച്ചു.
പൂച്ചകളുടെ സർക്കസ് കുറച്ച് നേരം കണ്ടപ്പോൾ എനിക്ക് ബോറടിച്ചു. ഞാനപ്പോൾ പുറത്തോട്ടിറങ്ങി. പേരെന്താണ് ഊരേതാണെന്ന് അറിയാത്ത കുറേ ചെടികൾ വീട്ടിലുണ്ട്. അച്ഛനും അമ്മയും പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിയതും പിന്നെ പല വീടുകളിൽ നിന്നും കൊണ്ടുവന്നതുമായ കുറേ ചെടികളുണ്ട് വീട്ടിൽ. എന്തൊക്കെയാണ് പേരെന്നൊന്നും അറിയില്ല. ഞാൻ സെർച്ച് ചെയ്യാമെന്ന് കരുതി. ഗൂഗിൾ ലെൻസിലിട്ട് സെർച്ച് ചെയ്ത് ഓരോന്നിൻ്റെ പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ കുറേ ചെടികളുടെ ശേഖരമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് നമ്മുടെ വീട്ടിൽ എത്രയേറെ ചെടികളുണ്ടെങ്കിലും ഒരു പെയിൻറ്റ് വാട്ടിയോ ഒരു പൊട്ടിയ ബക്കറ്റോ ഇല്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ? ഇതിൽ കുറേയൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പണ്ടൊരു ദിവസം ഇരുന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ് കുറേയൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അതിനത്ര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പക്ഷേ പറഞ്ഞാൽ കേൾക്കണ്ട, എൻ്റെ അച്ഛനും അമ്മയും വെള്ളം ഇഷ്ടം പോലെ കൊടുക്കും. വളരട്ടെ വളരട്ടെ. വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിച്ചാൽ മുത്തപ്പൻ്റെ തലയിലുള്ള ഒരു കിരീടം പോലത്തെ ഒരു സാധനമാണിത്. ഇതപ്പോൾ നമുക്ക് വീട്ടിൽ തൂക്കാൻ തരും. എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം നടത്തിയിരുന്നു. അതിൻ്റെയാണത്. അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ റോസ് നാളെ വിരിയുമെന്ന്. പറഞ്ഞ പോലെ തന്നെ മൂപ്പര് വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ നടുവിൽ എന്തോ ഉണ്ടല്ലോ ഇനിയും വിരിയാനായിട്ട്. പിന്നെ എൻ്റെ വീട്ടിലുള്ളൊരു കാര്യമാണ് ഔഷധ ചെടികൾ. ഇത് പനിക്കൂർക്കയാണ്. നമുക്ക് പനി പിടിച്ചാലൊക്കെ ഇത് വെച്ച് വെള്ളം തിളപ്പിക്കുകയോ പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ ശരിയും. ഇത് കൊട്ടിയൂരിലെ ഓടപ്പൂവ്. ഇപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നല്ലേ? അതെ. ഒരു കാര്യം കാണിച്ചു തരാമേ. ഈ ചെടീൻ്റെ മുകളിലത്തെ ഡിസൈൻ കണ്ടോ? ഇനി ഇതിനടിയിലത്തെ ഡിസൈൻ കാണിച്ചിട്ടേ. എന്ത് രസാലേ ആ വയലറ്റ് കളറ്, നല്ല ഡീപ്പ് പർപ്പിൾ കളർ. ഇതെന്ത് ചീരയാ? ഞങ്ങളുടെ വീട്ടിൽ കുറേ കറ്റാർവാഴയുണ്ട്. വീട്ടിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയിൽ കുറേ നട്ടു വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ആക്രാന്തമായിരുന്നു കറ്റാർവാഴയ്ക്ക്. ഇപ്പോൾ പിന്നെ കുറേ ഉള്ളതുകൊണ്ട് വലിയ മൈൻഡില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഔഷധ ഗുണമുള്ള രണ്ടാമത്തെ ചെടി. മുറി കൂടി എന്നാണ് അമ്മ ഇതിനെ പറയുന്നത്. ശരിക്കും പേരറിയില്ല. ഓർക്കിഡല്ലേ ഇത്? അയ്യോ ഇത് ചെടിയല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ അജൂട്ടനാണ്. അജൂട്ടൻ. ഇതാണ് ഞങ്ങളെ വീട്ടിലെ അടുത്ത അന്തേവാസി. ഈ പുള്ളിക്കാരിയാണ് ഇവിടെ പൂച്ചവർഗ്ഗത്തിനെ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരിയുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ ബൈ.